അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് കൊണ്ട് ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ഒരു കറിയാണ്. ചുവന്ന പരിപ്പാണ് നമ്മൾ എടുത്തത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം, നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ പരിപ്പ് 2-3 വിധം ഉണ്ടല്ലോ അല്ലേ. ചുവന്ന പരിപ്പ്, മറ്റേന്ത് മഞ്ഞപ്പരിപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചുവന്ന പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പ് തിളയ്ക്കുമ്പോഴത്തേന് വേവും. മറ്റേത് കുക്കറിൽ അടിക്കണ്ടേ. ഇത് വേഗം വേവുന്നല്ലേ. ഓക്കെ. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു 10-15 ചെറിയുള്ളി ഇതാക്കിയിട്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് അരിയണം അല്ലേ. പിന്നെ നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഷ്ണം മുറിക്കും. പിന്നെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഉണ്ട്. നല്ല എരിവുള്ളതിനെ കൊണ്ടാണ് 3 എടുത്തത്. അത് നിങ്ങൾക്ക് എത്ര നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും കഷ്ണങ്ങളാക്കണം. പിന്നെ കുറച്ച് നമ്മൾ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, വെളിച്ചെണ്ണ വേണം, ഉപ്പ് ആവശ്യത്തിനുള്ള എടുത്ത് വെക്കണം. പിന്നെ പരിപ്പ് വേവിക്കാനായി കുറച്ച് വെള്ളവും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് അല്ലേ. ഇനി പരിപ്പ് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഗ്യാസ് കത്തിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ബാക്കി നമ്മൾ കുറച്ച് അരിയാനില്ല, അതൊക്കെ അരിഞ്ഞ് വെക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആദ്യമേ അരിഞ്ഞ് വെച്ചാലും മതി കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ അരിയുന്ന അതിനെക്കൊണ്ട് അന്നപ്പോൾ കാണിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പരിപ്പ് അടുപ്പത്ത് കിടന്ന് വേവട്ടെ. അത് വേഗം വേകുന്ന പരിപ്പാണ്. കിഴങ്ങ് ഇടാനായില്ലേ. ചെറിയ ഉള്ളി വറവിനൊക്കെ ചെറുതാക്കി ഉള്ളി തക്കാളി. അപ്പോൾ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇടുകയാണ്. കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് അടച്ചു വെക്കാം അല്ലേ. വെന്തോട്ടെ. നമ്മൾ പരിപ്പ് ഏകദേശം വെന്തിട്ടുണ്ട് അല്ലേ. വെന്തോ? വെന്ത് വരുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് റെഡി ആണോ. വേവ് കുറഞ്ഞ പരിപ്പായതുകൊണ്ട് ചട്ടിയിലല്ലേ വെച്ചത്. കുക്കറിലാണിപ്പോൾ. കുക്കറിൽ മറ്റേതാണെങ്കിൽ കുക്കറിൽ തന്നെ വെക്കണം അല്ലേ. പരിപ്പിന് വേവുണ്ടോ ഉരുളക്കിഴങ്ങിന്? അപ്പോൾ നമുക്ക് പരിപ്പ് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി അല്ലേ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഇപ്പോൾ ചേർക്കണം അല്ലേ. അടച്ചേക്കല്ലേ നമുക്ക്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും പരിപ്പൊക്കെ ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇറക്കി വെക്കാം. വെന്തുടഞ്ഞു പോകണ്ട. നമ്മളത് ഇറക്കിയൊക്കെയാണ്. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീഞ്ചട്ടി ഇത് വറവിടാൻ വേണ്ടിയിട്ടാണ്. ചട്ടി നമ്മളെടുത്ത് ചട്ടി വിടാൻ ശേഷം അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ പരിപ്പ് ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് വെന്തതിന് ശേഷം ഓവർ വെന്ത് പോകണ്ടല്ലേ, അധികം വെന്ത് പോകണ്ട. നമ്മളത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാനുള്ള പരിപാടിയിലേക്ക് കടന്നതാണ്. നമ്മൾ ആ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായുണ്ട്. അപ്പോൾ കടുക് കിട്ടും നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഏകദേശം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി പച്ചമുളകൊക്കെ നമ്മൾ ചെറുതായി അരിഞ്ഞ് അത് നമ്മൾ ഇതിലേ ഇടാൻ പോവുകയാണ്. ഒരു വയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് വെളുത്തുള്ളി നമുക്ക് അതിലിട്ടൊന്ന് വയറ്റല്ലേ. മുളകാണ് അപ്പോൾ ഇഞ്ചി മുളക് കൂടി നമ്മൾ ആദ്യം ഒന്ന് വയറ്റിയെടുക്കുക. പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞും കൂടി അതിലിട്ടിട്ടുണ്ട്.
എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ. ഇനി നമ്മളിത് അതിലേക്ക് ഇടുക ചെയ്യുക. ഇനി നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് ഉള്ളി വാടിയതിനു ശേഷം നമ്മൾ തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞ് ഇട്ട് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മുളക് എരിവൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഇനി നമുക്ക് അതിനകത്തേക്ക് അപ്പം നമ്മൾ അതിനകത്തേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ അധികം എടുത്തിട്ടില്ല, മുളക് പൊടി ഇടുന്നതിനെ കൊണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഇതിനനുസരിച്ച് നമ്മൾ ചേർക്കുക, എരിവിനനുസരിച്ച്. എന്നിട്ട് ഇത് ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി വഴറ്റി ഇനി നമുക്കിത് കറിയിലേക്ക് ഇടാം. ഇത്ര പണിയുള്ളൂ അല്ലേ? സിമ്പിളായിട്ടാണ് നമ്മൾ ഇന്നത്തെ കറി ഉണ്ടാക്കിയത്. എത്ര പണിയുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് അടുപ്പിനോട് വെക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പരിപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതോണൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കണേ. ഉരുളക്കിഴങ്ങ്, തക്കാളി, ഉള്ളി. നമ്മൾ ജസ്റ്റ് നേരത്തെ തണുത്ത് വിടാൻ ജസ്റ്റ് ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് തന്നെ വെച്ചതാണ്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? കറിയായി. അപ്പോൾ അമ്മമ്മയുടെ എളുപ്പത്തിലൊരു പരിപ്പ് കറി. ഇന്നത്തെ നമ്മൾ അടിപൊളിയായിട്ട് പരിപ്പ് കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതോടെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല ഒരു അടിപൊളി ഐറ്റമായി നമ്മൾ അടുത്തൊരു എപ്പിസോഡ് കാണാം. ഓക്കെ. ചെക്ക് ചെയ്യാൻ, ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കറി നമ്മൾ ചോറിന് കൂട്ടി കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായി. എന്നാലും വെറുതെ ഒന്ന് നോക്കുകയാണ്. അമ്മ നമ്മളെ പിന്നിലാണ് എന്നുണ്ടായാൽ എല്ലാം, ക്യാമറേൻ്റെ ആയാലും ഒരുക്കങ്ങളിലായാലും. അപ്പോൾ അമ്മ വന്ന് ഇപ്പോൾ ടേസ്റ്റ് നോക്കുക. അമ്മ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. എന്നാലും